വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷ്ല ചേരുന്നു. ജോഷ്ല, ഇപ്പോൾ വയനാട്ടിൽ റെഡ് അലർട്ടാണ്. ഒരുപക്ഷേ കാലവർഷം കനക്കുമ്പോൾ കേരളീയർ ഒന്നാകെ ആശങ്കയോടെ നോക്കുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട്. എങ്ങനെയാണ് വയനാട്ടിലെ ഒരു സാഹചര്യം? മഴ കനക്കുകയാണോ അവിടെ? മലയോര മേഖലകളിലുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ? സിജു, ഇന്ന് രാവിലെ നേരിയ തോതിൽ മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂ. അത് ഏറെ ആശ്വാസകരമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഈ സമയത്തോടുകൂടി മഴ കനക്കുന്ന ലക്ഷണമാണുള്ളത്. ഒരു മഴക്കാല പ്രതീതിയായിരുന്നു രാവിലെ മുതലെങ്കിലും ഇപ്പോൾ മഴ കനത്ത രൂപത്തിൽ മഴ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ജില്ലയിൽ ആകെ. വൈത്തിരി, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി താലൂക്കുകളിലായാണ് ഈ 15 ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 592 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. 169 കുടുംബങ്ങളിൽ നിന്നായാണ് 592 പേരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ NDRF സംഘം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങളൊക്കെ തന്നെ പാഠമായി കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ സുസജ്ജമാണ് വയനാട് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഏത് സമയത്തും ആളുകളെ മാറ്റി പാർപ്പിക്കാനും നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. കുട്ടികളോട് പുഴയോരത്ത് പോകരുത്, അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് ആരും പോകരുത്, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പുഴയോരത്ത് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ മേപ്പാടിയിൽ പുന്നപ്പുഴ വളരെ ശക്തമായ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുതൽ വളരെ ശക്തമായ രീതിയിലാണ് മേപ്പാടി കഴിഞ്ഞ ദുരന്തമുണ്ടായ സ്ഥലത്ത് ചൂരൽമലയിലൂടെ ഒഴുകിയിരുന്ന പുന്നപ്പുഴയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. ചൂരൽമലയിലെ ആളുകളെയൊക്കെ തന്നെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെയിലി പാലത്തിന് സമീപമുള്ള മണലൊക്കെ തന്നെ ഒലിച്ചുപോയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആശങ്കയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വകയില്ല. എന്നാൽ പോലും വയനാടാണ്, മലനിരകളുടെ നാടാണ്. മഴ ശക്തമാകുമ്പോഴും കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ചും ഒരു ആശങ്ക ജനങ്ങളിലും അതുപോലെ തന്നെ ഭരണകൂടത്തിനും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ തന്നെയുണ്ട്. നേരത്തെ ജോഷ്ല പറഞ്ഞു ചൂരൽമലയിലെ ബെയിലി പാലത്തിന് അരികിൽ നിന്ന് മണ്ണൊഴുകിപ്പോയ കാര്യങ്ങളടക്കം ജോഷ്ല പറഞ്ഞു. ചൂരൽമലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ മഴ കനക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ ആകെ തന്നെ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനന്തവാടി താലൂക്കിലും അതുപോലെ തന്നെ വൈത്തിരി താലൂക്കിലും സുൽത്താൻ ബത്തേരി താലൂക്കിലുമായിട്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് 165 കുടുംബങ്ങളിൽ നിന്നായി 207 പുരുഷന്മാരും 233 സ്ത്രീകളും ഇതിൽ 3 ഗർഭിണികളാണ്. 152 കുട്ടികളും 32 വയോജനങ്ങളും 2 ഭിന്നശേഷിക്കാർ എന്നിവരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ഇത് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലം, നേരത്തെ ഉണ്ടായിരുന്ന പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മേപ്പാടി, മുണ്ടക്കൈ ഭാഗങ്ങൾ, ചൂരൽമല ഭാഗങ്ങളിൽ ഇപ്പോൾ ആളുകൾ അധികം താമസിക്കുന്നില്ല എന്നുള്ളതാണ്. ചൂരൽമലയിലുള്ളവരെ മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആളുകൾക്ക് ജില്ലാ കളക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നൽകുന്ന എല്ലാ നിർദ്ദേശവും അതുപോലെ പാലിക്കണം. അവർ മാറി താമസിക്കാൻ പറഞ്ഞാൽ ഉടനെ തന്നെ മാറി താമസിക്കാൻ തയ്യാറാവണം. തങ്ങൾ പിന്നീട് പോയിക്കൊള്ളാം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങൾ സംഭവിച്ചതിൽ ദുരന്തങ്ങൾ ഉണ്ടായത് പലപ്പോഴും അങ്ങനെയാണ്. മാറി താമസിക്കാൻ തലേ ദിവസം തന്നെ മാറി താമസിച്ചവർക്കൊന്നും തന്നെ മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ നിർദ്ദേശം നൽകിയവർ മാറി താമസിപ്പിച്ചവർക്ക് ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നവരാണ് ഈ ഒരു മുണ്ടക്കൈയിലടക്കം വലിയൊരു ദുരന്തത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കാത്തിരിക്കരുത്. അധികൃതരുടെ നിർദ്ദേശമുണ്ടായാൽ ഉടനെ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാൻ സ്വമേധയാ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ജോഷിലയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ജോഷില സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാറി താമസിക്കുക. ജോഷ്ല സൂചിപ്പിച്ചതുപോലെ നാളത്തേക്ക് മാറ്റി വെക്കരുത് എന്നുള്ള വിവരങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്.